വെറും 90 ദിവസം കൊണ്ടൊക്കെ ഒരു ട്രാൻസ്ഫർമേഷൻ പോസിബിൾ ആണോ? യെസ്, 100%. ഞാനിത് വെറുതെ പറയുന്നതല്ല. കുറേ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും നല്ല ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്തിച്ചേരാനും 90 ഡേയ്സ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ടൈം ഫ്രെയിമാണ്. അതായത് 12 ആഴ്ച അല്ലെങ്കിൽ 3 മാസം. നമുക്ക് ചിലർക്കെങ്കിലും അറിയാവുന്ന കാര്യമായിരിക്കും. ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 5 വർഷത്തേക്ക് അങ്ങനെയൊക്കെ ഗോൾ സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമുക്ക് ഗോൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് 90 ഡേയ്സ് ഗോൾ സെറ്റിംഗ് ആണ്. നിങ്ങൾക്കറിയായിരിക്കും, ഒരു വർഷത്തെ നമ്മൾ 4 ക്വാർട്ടേഴ്സ് ആയിട്ട് പറയാൻ പറ്റും. അതായത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ക്വാർട്ടർ 1, ഏപ്രിൽ, മെയ്, ജൂൺ ക്വാർട്ടർ 2, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ക്വാർട്ടർ 3, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് പറയുന്നത് ക്വാർട്ടർ 4. അങ്ങനെ 4 ക്വാർട്ടറാണ് ഒരു വർഷം ഉള്ളത്. അങ്ങനെ നോക്കുമ്പം ക്വാർട്ടർ 1 ഇപ്പം ഏകദേശം തീരാൻ പോവുക, ക്വാർട്ടർ 2 തുടങ്ങാറായി. സോ ക്വാർട്ടർ 2 ഏറ്റവും അടിപൊളിയാക്കാനും നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷനിലേക്ക് എത്താനും ഒരു സൂപ്പർ ട്രാൻസ്ഫർമേഷനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. മാസങ്ങളിലും തീയതികളിലും ഒന്നും നിങ്ങൾ ഒബ്സസ്ഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് അന്നോ അതിൻ്റെ പിറ്റേന്നോ നിങ്ങൾ ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. നമ്മൾ ആകെ ഫോക്കസ് ചെയ്യേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ 90 ഡേയ്സ് നമുക്കിത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എന്നാലും ചില ഡേയ്സ് ഒക്കെ നമുക്ക് ഉറപ്പായിട്ട് മിസ്സായി പോവും. നമുക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ എല്ലാ ദിവസവും ചിലപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതൊന്നും സാരമില്ല. ജസ്റ്റ് ഫോക്കസ് ഓൺ 90 ഡേയ്സ്. ഇടയ്ക്ക് ചിലപ്പം മിസ്സായി പോയാലൊന്നും വിഷയമില്ല. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, നമ്മൾ പെർഫെക്ഷൻ അല്ല, നമ്മൾ പ്രോഗ്രസ് മാത്രമാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഹോൾ ലൈഫ് ട്രാൻസ്ഫർമേഷന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന 5 സ്റ്റെപ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുക. എല്ലാ സ്റ്റെപ്സും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോ ചാപ്റ്റേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് എലിസബത്ത്. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാനും ഒന്നും മടിക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ ഹീൽ ആൻഡ് ത്രൈവ് വർക്ക്ഷോപ്പ് ഏപ്രിൽ മാസം വരുന്നത് ഏപ്രിൽ 13-നാണ്. ഏപ്രിൽ 13-ാം തീയതി രാത്രി ഇന്ത്യൻ സമയം 8 മുതൽ 10 വരെ. അതോടൊപ്പം തന്നെ Q&A സെഷനും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ സെഷനിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. സ്റ്റെപ്പ് 1, റിഫ്ലക്റ്റ് ആൻഡ് റിയലൈൻ. ഈ വർഷം തുടങ്ങിയപ്പം നിങ്ങളിൽ മിക്കവരും തന്നെ ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, റുട്ടീൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. സോ കുറേയൊക്കെ അത് നടന്നു കാണും, ചിലതൊന്നും നടന്നു കാണില്ല. എങ്ങനെയാണെങ്കിലും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത്, അതായത് എന്തൊക്കെ കാര്യങ്ങൾ നല്ലതായിട്ട് നടന്നു, എന്തൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് നടന്നില്ല എന്ന് നമുക്കൊരു അനലൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇച്ചിരി ഡിഫിക്കൾട്ട് പ്രോസസ്സാണ്. കാരണം നമ്മുടെ ബ്രെയിനിന് നെഗറ്റിവിറ്റി ബയസ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്ത് നടന്നില്ല, എന്തൊക്കെ പ്ലാൻ ചെയ്തു, അതൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതിനെക്കുറിച്ചായിരിക്കും ബ്രെയിൻ കുറേ കൂടെ ഒബ്സസ്ഡ് ആവുന്നത്. പക്ഷെ നമ്മൾ ബ്രെയിനിൻ്റെ അറ്റൻഷൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് നടന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഇനി ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ഗോൾസിനെ പറ്റി ഒന്നുകൂടെ നമ്മൾ നമ്മുടെ ഗോൾസുമായിട്ടൊന്ന് അലൈൻഡ് ആവണം. ചിലപ്പം നമ്മുടെ ഗോൾസ് ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട വരുന്ന സാഹചര്യം ഉണ്ടാവാം. സോ നിങ്ങൾ എന്താണോ ഗോൾസ്, നിങ്ങളുടെ പ്ലാൻസ്, റുട്ടീൻസ്, അതൊക്കെ ഒന്നുകൂടെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഒന്ന് റിയലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിന് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ജേർണലിംഗ് പ്രോംസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ആ പ്രോംസ് വെച്ചിട്ട് കഴിഞ്ഞു പോയ 90 ദിവസങ്ങളെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാനും റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്റ്റെപ്പ് 2, ഫോളോ ദി 90/90/1 റൂൾ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്ടിവിറ്റി ടെക്നിക്കാണിത്. ലീഡർഷിപ്പ് എക്സ്പേർട്ടായ റോബിൻ ശർമ്മ പ്രപ്പോസ് ചെയ്ത ഒരു ടെക്നിക്കാണ്. ഇത് ഇത്രേ ഉള്ളൂ. നമ്മളുടെ ഒരു ഗോള് സെലക്ട് ചെയ്യുക. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള, ടൈം ബൗണ്ട് ആയിട്ടുള്ള, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഗോള് സെറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത 90 ദിവസത്തേക്ക് നമ്മളുടെ ആദ്യത്തെ ഒരു ഡീപ്പ് വർക്ക് സെഷൻ ഉണ്ടല്ലോ,
90 മിനിറ്റ് ഈ ഗോളിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ നല്ല രീതിയിൽ പരിശ്രമിക്കുക. അതായത് 90 മിനിറ്റ് മാത്രം അടുത്ത 90 ദിവസത്തേക്ക് ജസ്റ്റ് 1 ഗോൾ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ റോബിൻ ശർമ്മ പറയുന്നത് രാവിലെ 5 മണി മുതൽ 9 മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് അത് ചെയ്യുക. പുള്ളി അതിനെ പ്ലാറ്റിനം അവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. സോ ആ സമയത്ത് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ അതിൽ ഭയങ്കര അബ്സസ്ഡ് ആവണമെന്ന് ഞാൻ പറയുന്നില്ല. എപ്പോഴെങ്കിലും ഒരു 90 മിനിറ്റ്സ് അടുത്ത 90 ഡേയ്സിലേക്ക് നിങ്ങളുടെ ഒരു ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു ഗോളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ 90 മിനിറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോമോഡോറോ ടെക്നിക്ക് ഉപയോഗിക്കാം. പോമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റോപ്പ് വാച്ച് വയ്ക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം 90 മിനിറ്റ്സ് അല്ലേ, അപ്പോൾ 30 മിനിറ്റ്സിൻ്റെ 3 പോമോഡോറോ ചെയ്യാം. അപ്പോൾ 30 മിനിറ്റ്സിൻ്റെ അലാമല്ല സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് 30 മിനിറ്റ്സ് വർക്ക് ചെയ്യുക, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, പിന്നെ വന്ന് 30 മിനിറ്റ്സ് വർക്ക് ചെയ്യുക, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, എന്നിട്ട് അടുത്തൊരു പോമോഡോറോ സെഷൻ 30 മിനിറ്റ്സ് വർക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് 90 മിനിറ്റ്സ് കിട്ടുമല്ലോ. സോ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ യാതൊരുവിധ ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഒരു ഫ്ലോ സ്റ്റേറ്റിൽ, അതായത് വേറൊന്നിനെ പറ്റിയും ചിന്തിക്കാതെ ഈ ഒരു പെർട്ടിക്കുലർ ഗോള് അതിനുവേണ്ടി മാത്രം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു ബിസിനസ് തുടങ്ങണം എന്നാ പ്ലാനെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ, അതുപോലെ ഒരു പുസ്തകം എഴുതാനാണ് നിങ്ങൾക്ക് പ്ലാനെങ്കിൽ, സോ ഇങ്ങനെയുള്ള ടാസ്ക് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ലോങ് ടേം ഇമ്പാക്റ്റ് ഉള്ള ടാസ്ക് അല്ലേ. സോ അതൊക്കെ ഈ ഒരു 90/90/1 റൂളിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഗോളിനോട് അടുത്ത് വരാനും നമുക്ക് എത്രയും പെട്ടെന്ന് അത് അച്ചീവ് ചെയ്യാനും നമ്മളെ സഹായിക്കും. സ്റ്റെപ്പ് 3, ബിൽഡ് എ ബേസിക് ഡെയിലി റുട്ടീൻ. നമ്മളിങ്ങനെ ട്രാൻസ്ഫർമേഷനും അല്ലെങ്കിൽ നാളെ തൊട്ട് നമുക്ക് എല്ലാം നല്ല സെറ്റായിട്ട് ചെയ്യണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമ്പം നമ്മളിങ്ങനെ പ്ലാനൊക്കെ എഴുതി വെക്കും അല്ലേ, റുട്ടീനൊക്കെ എങ്ങനെ വേണം എന്നുള്ളത്. സോ ഇവിടെ നമ്മൾ എന്തോ മിസ്റ്റേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കടുത്ത റുട്ടീനൊക്കെ അങ്ങ് എഴുതി വെക്കും. ഇത് ചെയ്യും, അത് ചെയ്യും, മറ്റത് ചെയ്യും, അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി കളയും. പക്ഷേ ഒരു ദിവസമൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ പിറ്റേ ദിവസം നമ്മൾ ഭയങ്കര ടയേർഡായി പോകും. കാരണം നമ്മുടെ ബ്രെയിനിന് റിവാർഡിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് മാത്രമേ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ നിങ്ങളുടെ റുട്ടീൻ, ഈ ഒരു പുതിയ റുട്ടീൻ എത്രയൊക്കെ സിമ്പിൾ ആക്കാൻ പറ്റുമോ അത്രയും സിമ്പിൾ ആക്കണം. ഇപ്പം ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, മിറക്കിൾ മോർണിംഗ് റുട്ടീൻ ചെയ്യുക. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഈ മിറക്കിൾ മോർണിംഗ് റുട്ടീനകത്ത് ഒരുപാട്, അതായത് 6 സ്റ്റെപ്സ് ആണല്ലോ ഉള്ളത്. ഈ 6 സ്റ്റെപ്സും നമ്മളുടെ പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റിന് സഹായിക്കുന്ന സ്റ്റെപ്സാണ്. ഈ മിറക്കിൾ മോർണിംഗ് റുട്ടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് 6 മിനിറ്റ്സ് ആണെങ്കിലും ചെയ്യാം, 60 മിനിറ്റ്സ് ആണെങ്കിലും ചെയ്യാം. നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്കത് ക്യൂറേറ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും സിമ്പിളാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. സോ എത്രമാത്രം നിങ്ങളുടെ റുട്ടീൻ സിമ്പിളാക്കാൻ പറ്റുമോ അത്രയും സിമ്പിളാക്കണം. അങ്ങനെ വേണം നമ്മൾ ഓരോ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആക്ടിവിറ്റീസും നമ്മളുടെ ഡെയിലി റുട്ടീനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കാരണവശാലും ഭയങ്കര ഹാർഡാക്കരുത്, അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മൾ പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോകാനുള്ള സാധ്യതകൾ അത് കൂട്ടും. സോ നിങ്ങൾ ഒരു നല്ല റുട്ടീൻ, നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് സർക്കംസ്റ്റാൻസസിനോട് അനുയോജ്യമായിട്ടുള്ള ഒരു നല്ല റുട്ടീൻ ബിൽഡ് ചെയ്യുക. അത് മോർണിംഗ് റുട്ടീൻ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം, നൈറ്റ് റുട്ടീൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇത് വളരെ സിമ്പിളാക്കണം. ഇതിനകത്ത് ഒരു ടിപ്പ് പറയാനുള്ളത്, നിങ്ങൾ അലാം വെക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതിയിട്ട് കിടക്കും എന്നതാണ് നിങ്ങളുടെ ഒരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ എങ്കിൽ ആ സമയത്തേക്ക് ഒരു അലാം വെക്കുക. അതുപോലെ തന്നെ മോർണിംഗ് റുട്ടീൻ നിങ്ങൾ നാളെ നേരത്തെ എണീക്കും എന്നുള്ളതിനെക്കാട്ടിലും ഒരു ഫീസിബിൾ ടൈം ഫിക്സ് ചെയ്ത് ആ സമയത്ത് എഴുന്നേറ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സിമ്പിളാക്കണം, അത്രേ ഉള്ളൂ. സ്റ്റെപ്പ് 4, എലിമിനേറ്റ് എനർജി ഡ്രെയിനേഴ്സ് ആൻഡ് ഡിസ്ട്രാക്ഷൻസ്. നമ്മളുടെ എനർജി ചോർത്തി കളയുന്ന, നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുണ്ട്. അതിപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളുടെ ഫോൺ യൂസേജ് ആയിരിക്കാം, അതല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കാം, അതല്ലെങ്കിൽ ചില മെസ്സി എൻവയൺമെൻ്റ് ആയിരിക്കാം. എന്തൊക്കെ തരത്തിലാണ് നമ്മളുടെ എനർജിയിൽ നമുക്ക് ഭയങ്കര ലോ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മനസ്സിന് മൂഡ് ഓഫ് ഉണ്ടാക്കുന്ന, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന എന്ത് കാര്യങ്ങളാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അത് മാക്സിമം നമ്മുടെ ജീവിതത്തിൽ നിന്ന്
മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം പലർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് ഇങ്ങനെ കുറേ നേരം ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, സമയം പോകുന്ന അറിയില്ല. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യില്ല, ഒരു പർപ്പസും ഇല്ലാതെ ഭയങ്കര മീനിങ്ലെസ് ആയിട്ടുള്ള ലൈഫ് ലിവ് ചെയ്യേണ്ടി വരും. അതിന് സൈക്കോളജിക്കലായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ടാവാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഫോൺ അഡിക്ഷൻ ഒരു പ്രോബ്ലം ആണെന്ന് നമ്മൾ അക്നോളജ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്സ് എടുക്കുക. ഇപ്പം ഡിജിറ്റൽ ഡീറ്റോക്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഗ്രേ സ്കെയിൽ എന്ന് പറഞ്ഞൊരു മോഡ് നമ്മുടെ ഫോണിൽ ഇട്ട് വെക്കാം. ഞാൻ ഫോൺ അഡിക്ഷനെ കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം, ഫോൺ അഡിക്ഷൻ ആണ് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസും എനർജി ഡ്രെയിനിങ് ആയിട്ടുള്ള ഒരു കാര്യമെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ഉടനെ തന്നെ എടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ ചില ആളുകളുണ്ടാവാം നമ്മളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്ന. സോ അങ്ങനെയുള്ള ആളുകളുമായിട്ട് വ്യക്തമായിട്ടുള്ള ബൗണ്ടറി കീപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മെസ്സി എൻവയൺമെൻ്റ് ആണ് നമുക്കൊരു ഡിസ്ട്രാക്ഷൻ എങ്കിൽ എല്ലാം നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൃത്യസമയത്ത് ഡീക്ലട്ടർ ചെയ്ത് നല്ല സ്പേസ് ഒക്കെ നല്ല ടൈഡി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ എന്താണോ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ചോർത്തി കളയുന്നത്, ആ കാര്യങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഗെറ്റ് റിഡ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 5, ഡു ഡെയിലി ചെക്ക്-ഇൻസ്. ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കും. അതായത് ഇന്ന് രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് അന്ന് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം. ഈ പറയുന്ന നമ്മളുടെ റിഫ്ലക്ഷൻ പോലെ തന്നെ ഓരോ ദിവസവും നമുക്ക് ആ ഒരു പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പം എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റണമെന്നില്ല. ചില ദിവസങ്ങൾ നമ്മൾ ടയേർഡായിരിക്കും, ചില ദിവസം നമുക്ക് എന്തെങ്കിലും ബിസി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടാവാം. സോ നമ്മൾ റോബോട്ടൊന്നും അല്ല, നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ഒരുപാട് ഫ്ലോസ് ഉണ്ടാവും, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നന്നായിട്ട് പോയത്, എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ പ്രൊഡക്ടിവിറ്റി എഫക്റ്റ് ചെയ്തത്, ഞാൻ എത്ര സമയം വെറുതെ കളഞ്ഞു, എത്ര സമയം എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഉപയോഗിക്കാമായിരുന്നു. സോ അങ്ങനെ ഒരു മനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് എഴുതി വെക്കാം. പക്ഷേ ഇത് എന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു ഡെയിലി ചെക്ക് ഇൻ എന്നുള്ള രീതിയിൽ ഇത് ചെയ്യണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെയിം പ്രോസസ്സ് വീക്ക്ലിയും മന്ത്ലിയും റിപ്പീറ്റ് ചെയ്യേണ്ടത്. അതായത് ഒരാഴ്ച തീരുമ്പം ആ ആഴ്ച എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു, എന്തൊക്കെ ബെറ്ററായിട്ട് ചെയ്യാമായിരുന്നു എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണ വേണം. ഈ ഒരു സെൽഫ് അവെയർനെസ് നമ്മുടെ ട്രാൻസ്ഫർമേഷൻ ജേർണിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ചെയ്തേ ഒക്കത്തുള്ളൂ. അടുത്ത 90 ദിവസത്തേക്ക് നമ്മളുടെ ഒരു ഹോൾ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 5 സിമ്പിൾ സ്റ്റെപ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങളത് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ഈസിയാണിത്. പക്ഷെ കൺസിസ്റ്റൻസി ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. സോ അടുത്ത 90 ഡേയ്സിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹാബിറ്റ് ട്രാക്കറൊക്കെ ഉണ്ടാക്കാം. ഇടയ്ക്ക് ദിവസങ്ങളൊന്നും മിസ്സായാലൊന്നും വറി ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നോക്കുക, ഒരു 2 ദിവസത്തിൽ കൂടുതൽ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ എന്നിരുന്നാലും ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഒരു 1 വീക്ക് ബ്രേക്ക് എടുക്കേണ്ടൊക്കെ അവസ്ഥ വന്നാൽ അതൊന്നും സാരമില്ല. പക്ഷെ മേക്ക് ഷുവർ നിങ്ങൾക്ക് പറ്റണ ദിവസങ്ങളിലെല്ലാം അടുത്ത 90 ദിവസം എന്നുള്ളൊരു കണക്കിന് നിങ്ങൾ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി സ്റ്റെപ്പ് 2 ആയ 90/90/1 എന്ന് പറഞ്ഞ ആ ഒരു ടെക്നിക്ക്. സോ നമ്മൾ 5 സ്റ്റെപ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ്, റിഫ്ലക്റ്റ് ആൻഡ് റിയലൈൻ വിത്ത് യുവർ ഗോൾസ് ആൻഡ് റുട്ടീൻസ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ ടെക്നിക്കായ 90/90/1 എന്ന് പറഞ്ഞ ടെക്നിക്ക് ഫോളോ ചെയ്യുന്നത്. മൂന്നാമത്തേത് നല്ലൊരു ബേസിക് ഡെയിലി റുട്ടീൻ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു റുട്ടീൻ ബിൽഡ് ചെയ്യുക. അതിൽ നമുക്ക് മിറക്കിൾ മോർണിംഗ് റുട്ടീൻ്റെ 6 സ്റ്റെപ്സ്, അതിൽ എക്സസൈസും അതുപോലെ തന്നെ ജേർണലിങ്ങും അതെല്ലാം ഇൻക്ലൂഡഡ് ആണല്ലോ. സോ ആ ഒരു മിറക്കിൾ മോർണിംഗ് റുട്ടീൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. ഞാനൊരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ക്യൂറേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എലിമിനേറ്റ് എനർജി ഡ്രെയിനേഴ്സ് ആൻഡ് ഡിസ്ട്രാക്ഷൻസ്. നിങ്ങളുടെ ലൈഫിൽ
നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷനായിട്ടും എനർജി ഡ്രെയിനറായിട്ടും ഉള്ള കാര്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് അതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അഞ്ചാമതായിട്ട് ഡു ഡെയിലി ചെക്കിൻസ്, അതായത് കൃത്യമായിട്ട് നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ ഈ 5 സ്റ്റെപ്സും നിങ്ങൾ ഉറപ്പായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഐ പ്രോമിസ്, ഉറപ്പായിട്ടും അടുത്ത 90 ദിവസത്തിന് ശേഷം നിങ്ങൾ വേറെ തന്നെ ഒരാളായിരിക്കും, ഒരു ബെറ്റർ വേർഷനിലായിരിക്കും. അത്രയും നല്ല ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഹീൽ ആൻഡ് ത്രൈവ് വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. സോ സീ യു ഇൻ അനദർ വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ബൈ.